നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ഫീച്ചറുകളാണ് പരിശോധിക്കുന്നത്. എന്തൊക്കെയാണ് ഈ മൊബൈൽ ഫോണിനകത്തുള്ള ഫീച്ചറുകളെന്ന് വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാണ്. ഗൂഗിളിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഗൂഗിളിനകത്ത് ഞാനൊരു ആർട്ടിക്കിൾ ഇതുപോലെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. പക്ഷേ നമുക്ക് ഗൂഗിളിനകത്ത് ഇതുപോലെ ഏത് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താലും ചിലപ്പോൾ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ അല്ലെങ്കിൽ അറബിയിലോ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇത്തരത്തിൽ ആർട്ടിക്കിൾ ഓപ്പൺ ആയി വരിക. ഇത് നമുക്ക് നമ്മുടെ മലയാളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പല ആളുകൾക്കും അറിയില്ല. പലരും ഇത് കോപ്പി ചെയ്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റിലോ അല്ലെങ്കിൽ ചാറ്റ് GPT ഒക്കെ ഇട്ട് അതിൻ്റെ മലയാളം അന്വേഷിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് തന്നെ അത് മലയാളത്തിൽ വായിച്ച് നോക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഏത് വെബ്സൈറ്റാണോ ഓപ്പൺ ചെയ്ത് ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് 3 ഡോട്ട് കാണും, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ട്രാൻസ്ലേറ്റ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ കണ്ടൊരു മെസ്സേജ് താഴെ അത് മലയാളത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഇവിടെ വെച്ച് എനിക്ക് മലയാളത്തിൽ വളരെ ഈസി ആയിട്ട് വായിച്ച് നോക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ഫീച്ചർ നമ്മൾ പരിശോധിക്കുന്നത്, നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മറ്റാരെങ്കിലും കാണരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യും. എന്നിട്ട് നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഇങ്ങനെ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ജസ്റ്റ് നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്കത് പെട്ടെന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത ആ ഒരു വെബ്സൈറ്റ് ഏതാണെന്ന് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ നിങ്ങൾ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരും കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വെബ്സൈറ്റുകൾ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ രണ്ടാമതായിട്ട് പരിശോധിക്കുന്നത്. നമ്മൾ ഇതുപോലെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ 2 ലൈൻ അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമ്മളിപ്പോൾ സെർച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ കുക്കീസ് ഡാറ്റയും അതുപോലെ തന്നെ അതിൻ്റെ ഹിസ്റ്ററി ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത ആ വെബ്സൈറ്റിൻ്റെ ഡാറ്റ ഇവിടെയുണ്ട്. ജസ്റ്റ് ഇവിടെ കാണുന്ന ഈ ഡിലീറ്റ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഇതങ്ങ് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത ഡാറ്റ നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താലും ആർക്കും കണ്ടെത്താൻ സാധിക്കില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ആകില്ല. സേവ് ആയിട്ടുള്ള എന്തെങ്കിലും ഡാറ്റ നിങ്ങളുടെ ഫോണിനകത്തുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിഞ്ഞു വെക്കേണ്ട 2 സെറ്റിങ്സാണ് നമ്മൾ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.